Hi, hello and welcome back to Try It Out with Meera നായർ. ഈ ആഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചികരമായ പലഹാരവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. മുന്തിരിക്കൊത്ത്. തനി നാടനായ ഈ മുന്തിരിക്കൊത്ത് കണ്ടാൽ സുഖിയൻ പോലെ ഇരിക്കും. സുഖിയന് പയർ വേവിച്ചാണ് വയ്ക്കുന്നതെങ്കിൽ ഇവിടെ വറുത്താണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് മുന്തിരിക്കൊത്ത് തയ്യാറാക്കുന്നതെന്ന്. ആദ്യമായി കഴുകി വെയിലത്ത് വെച്ചുണക്കിയ ചെറുപയർ അടുപ്പത്തിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ബ്രൗൺ നിറമാകുന്നത് വരെ അത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് മിക്സിയിൽ ഇട്ട് പൊടിച്ച് എടുക്കാവുന്നതാണ്. മിക്സിയിൽ ഏലക്ക പൊടിയും ചേർത്തിട്ടാണ് ഞാനിവിടെ പൊടിക്കുന്നത്. ഇതായി കാണുന്ന പോലെ തരിതരിപ്പായി വേണം പൊടിച്ചെടുക്കാൻ. ഒരുപാട് പൊടിഞ്ഞങ്ങ് ഭസ്മമായി പോകേണ്ട കാര്യമില്ല. ഇനി ശർക്കര. ഞാൻ ഉപയോഗിക്കുന്നത് പതിയൻ ശർക്കരയാണ്. ഇങ്ങനെയാണ് പതിയൻ ശർക്കര റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത്. കട്ടിയല്ല, ഉണ്ട ശർക്കര അല്ല ഇത്. ഇങ്ങനെ കുഴഞ്ഞിരിക്കും. കുഴഞ്ഞ് ഒരല്പം വെള്ളവും മയവും ഒക്കെ ആയിട്ടാണ് അതിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് 1 മിനിറ്റിനകം അത് അടുപ്പത്തിരുന്ന് മെൽറ്റാവും. എന്തെങ്കിലും കരടുണ്ടെങ്കിൽ പോകാനാണ്. പതിയൻ ശർക്കരയിൽ അങ്ങനെ കരട് ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ ഈ ശർക്കര ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ മെൽറ്റ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഇട്ട് കുഴച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ഉരുകിയ ശർക്കരയിലേക്ക് ഒരു പിടി തേങ്ങ തിരുമ്മിയത് പച്ചയ്ക്ക്, അത് വറക്കുന്നില്ല, പച്ചയ്ക്ക് തന്നെ ഇടുകയാണ്. ഈ പച്ചയ്ക്കിട്ട് തേങ്ങ തിരുമ്മിയതും കൂടെ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ സമയം ഞാനൊരു നുള്ളു ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും ഏലക്കയും ചേർന്ന പൊടി ഇതിലേക്കിട്ട് ആ ചൂടോടെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. തവി കൊണ്ട് മിക്സ് ചെയ്യുന്നു, പിന്നെ കൈ കൊണ്ടും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഇതേപോലെ കട്ടകളൊക്കെ ഉടച്ച് കളഞ്ഞ് ഒന്ന് പിടിക്കുമ്പോൾ അതൊരു ടൈറ്റായിട്ട് ഷേപ്പ് ഇതായി കാണുന്ന പോലെ ഷേപ്പ് ഹോൾഡ് ചെയ്യുന്ന പരുവത്തിൽ വേണം അതിൻ്റെ കൺസിസ്റ്റൻസി. എങ്കിൽ മാത്രമേ അത് ഉരുട്ടിയാൽ ഉരുളയായി നിൽക്കത്തുള്ളൂ. ഒരല്പം നെയ്യ് കയ്യിൽ തടവിയ ശേഷം ഇതേപോലെ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കുക. ചെറു ചൂടോടെ തന്നെ ഉരുട്ടാൻ ശ്രദ്ധിക്കുക. തീരെ തണുത്തു പോയാൽ ഉരുള ഉണ്ടാവാൻ എളുപ്പമായിരിക്കില്ല. അങ്ങനെ ഒന്നൊന്നായി എല്ലാ ഉരുളകളും തയ്യാറായി കഴിഞ്ഞു. ഇനി തയ്യാറാക്കേണ്ടത് ഇതിന് കോട്ട് ചെയ്യാനുള്ള മാവാണ്. മാവിനായി മൈദയിലേക്ക് ഉപ്പ്, മഞ്ഞൾ, പിന്നെ വെള്ളം എന്നിവ ചേർത്ത് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചത് ഒത്തിരി ലൂസാകാൻ പാടില്ല. കുറച്ച് ടൈറ്റായിരിക്കണം. കുറച്ച് തിക്കായ മാവാണ് നമുക്ക് വേണ്ടത്. ഈ ചെറുപയർ ഉരുളകൾ ഓരോന്നായി ഇനി മാവിലേക്ക് മുക്കി വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാ വശങ്ങളും ഒരേപോലെ മൂക്കുന്ന വിധത്തിൽ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഇത് വറുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട മുന്തിരിക്കൊത്ത് തയ്യാറായി കഴിഞ്ഞു. സുഖിയൻ പോലെ തന്നെ, അല്ലെങ്കിൽ സുഖിയനേക്കാൾ എനിക്കിഷ്ടമുള്ള കാര്യമാണ് മുന്തിരിക്കൊത്ത്. എൻ്റെ വല്യപ്പച്ചി ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് മുന്തിരിക്കൊത്ത്. അതുകൊണ്ട് എനിക്കിത് ഒരുപാട് മെമ്മറീസ് തരുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ടേക്ക് കെയർ. ഗുഡ് ബൈ.